നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തീവ്രതയ്ക്ക് കുറവ് വന്നെങ്കിലും മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. മഴയ്ക്കൊപ്പം വീശുന്ന കാറ്റിൽ നാശനഷ്ടങ്ങൾ വ്യാപകമാണ്. തീരപ്രദേശങ്ങളിൽ ജാഗ്രത തുടരണമെന്ന മുന്നറിയിപ്പുണ്ട്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ ഇറങ്ങാൻ വിലക്കുണ്ട്. അടുത്ത 2 ദിവസം കൂടി മഴ തുടരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലമ്പുഴ ഡാം തുറന്നതോടെ പട്ടാമ്പി ഭാരതപ്പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചു. അതേസമയം മഴ കുറഞ്ഞതുമൂലം വെള്ളം പാലത്തിന് മുകളിലേക്ക് കയറാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ ദിവസമാണ് മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത്. മലമ്പുഴ ഡാം തുറന്നാൽ പട്ടാമ്പി പാലത്തിന് മുകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്ക നിലനിന്നിരുന്നു. എന്നാൽ മഴ കുറഞ്ഞതോടെ നിലവിൽ ഇതിനുള്ള സാഹചര്യമില്ല. അതേസമയം മഴ ശക്തമായി തുടർന്നാൽ വെള്ളം പാലത്തിന് മുകളിലേക്ക് കയറും. പുഴയിൽ ശക്തമായ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. 2018, 2019, 2024 വർഷങ്ങളിൽ പുഴ പാലത്തിന് മുകളിലൂടെയാണ് ഒഴുകിയത്. ശക്തമായ മഴ തുടർന്നാൽ വെള്ളം പാലത്തിന് മുകളിലേക്ക് കയറും. 2 ദിവസം മുൻപത്തെ മഴയിൽ പുഴ പാലത്തിനോട് തൊട്ടുരുമ്പിയാണ് ഒഴുകിയിരുന്നത്. പുഴ നിറഞ്ഞ് പാലത്തിന് മുകളിലേക്ക് കയറിയാൽ അത് ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളെയും ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്നാണ് ഉയരുന്നത്. തൃത്താല വെള്ളിയാങ്കല്ല് ഭാരതപ്പുഴയിലൂടെ ഒഴുകിമറഞ്ഞ മൃതദേഹം പാലക്കാട് മങ്കര സ്വദേശിയുടേതെന്ന് നിഗമനം. വ്യാഴാഴ്ച വൈകിട്ടാണ് വെള്ളിയാങ്കല്ല് തടയണയിൽ മൃതദേഹം ഒഴുകിവരുന്ന നിലയിൽ കണ്ടത്. ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിച്ച മൃതദേഹം കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു. തുടർന്ന് പുഴയുടെ അതിശക്തമായ കുത്തൊഴുക്കിൽ മൃതദേഹം പടിഞ്ഞാറു ഭാഗത്തേക്ക് ഒഴുകിപ്പോവുകയായിരുന്നു. 1 ദിവസം പിന്നിട്ടിട്ടും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കുറ്റിപ്പുറം തിരുനാവായ ഭാഗത്തു നിന്നും പുരുഷന്റെ മൃതദേഹം പുൽക്കാട്ടിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് മങ്കര താവളംകൊട്ടിൽ വീട്ടിൽ നാസറിന്റെ മൃതദേഹമാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മൃതദേഹം തന്നെയാവാം വെള്ളിയാങ്കലിലൂടെ ഒഴുകിപ്പോയത് എന്നാണ് കരുതുന്നത്. മലപ്പുറം IT's കണ്ണാശുപത്രിയും ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രവും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. വീരസ്ഥാനം വിരുട്ടാണം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ക്ഷേത്രം പ്രസിഡന്റ് VKM അടികൾ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി നീലകണ്ഠൻ അടികൾ ആശംസയർപ്പിച്ചു. PRO ചിപ്പി കുര്യൻ, ഡോക്ടർമാരായ വിസ്മയ, നിമിഷ, അന്ന, നസിഹ, ഷഹാൽ, അജയ്, സലിഹ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ക്യാമ്പിൽ മെഷീനറികൾ ഉപയോഗിച്ച് ആധുനിക രീതിയിലുള്ള മികച്ച പരിശോധനയാണ് നടത്തിയത്. തീവ്രരോഗമുള്ളവർക്ക് യാത്ര, താമസം, ഓപ്പറേഷൻ എന്നിവ സൗജന്യമാണ്. ക്യാമ്പിൽ നിന്ന് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നവർക്കും ഓപ്പറേഷൻ കഴിഞ്ഞവർക്കും പരിശോധന സൗജന്യമായിരിക്കും. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഭക്ഷണ വിതരണവും ഒരുക്കിയിരുന്നു. ട്രസ്റ്റ് മെമ്പർമാരായ ശിവശങ്കരൻ, PM സോമൻ, വിശ്വംഭരൻ, സേവാസമിതി അംഗങ്ങളായ സഞ്ജയൻ, പീതാംബരൻ, ചന്ദ്രൻ, നാരായണൻ, കുട്ടൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ബാങ്ക് പരിധിയിലെ സ്ഥിരതാമസക്കാരായ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എത്രയും പെട്ടെന്ന് ലോൺ ലഭിക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ മക്കളുടെ വിവാഹങ്ങൾക്ക് അല്ലെങ്കിൽ പഠനത്തിന് ഒക്കെ എത്രയും പെട്ടെന്ന് ഓടിച്ചേർന്ന് എത്രയും പെട്ടെന്ന് ലോൺ പാസ്സാക്കി തരുന്ന ഒരു ബാങ്കാണ് നമ്മുടെ കോഓപ്പറേറ്റീവ് ബാങ്ക്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ക്യാഷ് അവാർഡിന് പകരം ഇപ്രാവശ്യം നിങ്ങൾക്ക് ബാങ്ക് പാസ്ബുക്കാണ് നൽകുന്നത്. അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ ഇടുക നിങ്ങളുടെ സേവിങ് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബാങ്ക് പ്രവർത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സ്കൂൾ പഠനകാലത്ത് തന്നെ നമുക്കൊക്കെ ഒരു സമ്പാദ്യശീലമുണ്ട്, സഞ്ചരിക്കുക എന്നത് ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ പഠിക്കുമ്പോണ്ടായിരുന്നു. നമ്മൾ കിട്ടുന്ന പൈസ 5 രൂപയിലും 10 രൂപ, 5 രൂപ മുതൽ തുടങ്ങി 10 രൂപ മുതൽ എത്ര രൂപ വേണമെങ്കിൽ നമുക്ക് ആഴ്ചകളിൽ നിക്ഷേപിക്കായിരുന്നു. അങ്ങനെ സമ്പാദ്യശീലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വേറെ രൂപത്തിലേക്ക് നമുക്ക് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് എന്റെ രൂപത്തിൽ നമുക്ക് ഇവിടെ സാധിച്ചിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ മറ്റു മേഖലകളിലേക്കൊക്കെ കടക്കുമ്പോൾ ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ അധ്യക്ഷനായി. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു മുഖ്യപ്രഭാഷണം നടത്തി. ബാങ്ക് വൈസ് പ്രസിഡന്റ് A സോമൻ, മുതുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C മുകേഷ്, ബാങ്ക് ഡയറക്ടർമാരായ P ശ്രീനിവാസൻ, C അജയൻ, ബാങ്ക് സെക്രട്ടറി C ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു.
NCP സ്ഥാപക നേതാവ് AC ഷൺമുഖദാസിനെ കൊപ്പത്ത് അനുസ്മരിച്ചു. NCPS പട്ടാമ്പി ബ്ലോക്ക് പ്രസിഡന്റ് P സുന്ദരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. NCP സ്ഥാപക നേതാവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന AC ഷൺമുഖദാസിനെയാണ് NCPS പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ അനുസ്മരിച്ചത്. കൊപ്പത്ത് നടന്ന അനുസ്മരണ സമ്മേളനം NCPS ബ്ലോക്ക് പ്രസിഡന്റ് P സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. എന്ത് ധരിക്കണം, എന്ത് പറയണം, എന്ത് പേരിടണം, എങ്ങനെ നടത്തണം എന്ന് മുഴുവൻ തീരുമാനിക്കുന്നത് RSSും സംഘപരിവാറും BJPയുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവരെ നേരിടാൻ കഴിയണമെങ്കിൽ ശക്തമായ രീതിയിലുള്ള മതേതര പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് വളർന്നു വരണം. അതിന് നേതൃത്വം കൊടുക്കാനുള്ള നേതാക്കന്മാർക്ക് രണ്ട് കൈയും പാടില്ലേ. ഞാൻ പറയാൻ തിരിച്ചൊരു കാര്യമുണ്ട്. രാത്രി RSS ആവും, പകല് കോൺഗ്രസ് ആവും, രാത്രി NDF ആവും, പകല് പറയും. അങ്ങനത്തെ ഉള്ള ഇരട്ടത്താപ്പല്ല വേണ്ടത്, ഒറ്റത്താപ്പ്. അത് മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഈ രാജ്യത്ത് ഹിന്ദു വർഗീയവാദിയായാലും വേണ്ടില്ല, ഇസ്ലാം വർഗീയവാദിയായാലും ക്രിസ്ത്യാനി വർഗീയ ആയാലും വേണ്ടില്ല, അതിനെ എതിർക്കാനുള്ള ചങ്കൂറ്റം, ആ നേരിടാനുള്ള ചങ്കൂറ്റം നമുക്ക് ഉണ്ടായേ പറ്റൂ. ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം നിലനിൽക്കുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പൊ നമ്മളൊരു സിനിമ പോലും, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പോലും ഇവിടെ എന്താ പറയാ, ഒരു സമ്മതമില്ലാത്ത രീതിയിൽ എമ്പുരാൻ സിനിമ ഇറങ്ങി, എന്തൊക്കെ ഇവിടെ നടത്തി. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി KM ഖാദർ അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PP സുബ്രൻ, T മോഹൻദാസ്, മണ്ഡലം പ്രസിഡന്റ് രാമൻ പോത്തോതത്ത്, K ഇസ്മയിൽ, CP രാജ്കുമാർ, ഷംസുദ്ദീൻ, അലി കാരക്കാട്, അമ്മു സുബ്രഹ്മണ്യൻ, ഷാഹുൽ കളത്തിൽ, P വേശുട്ടൻ, ജയമോൻ മാപ്പാട്ടുകര, P മുസ്തഫ, റിയാസ് മട്ടായ, C അനൂപ്, E രാജീവ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മഴയിൽ മനം മയക്കും കാഴ്ചയൊരുക്കി മേഴത്തൂർ മുടവന്നൂരിലെ ഒലിയത്ത് പാറ വെള്ളച്ചാട്ടം. മഴ കനത്തതോടെ ജനസമൃദ്ധിയിലായ വെള്ളച്ചാട്ടം സഞ്ചാരികളെ മാടി വിളിക്കുകയാണ്. മഴക്കാലത്ത് മാത്രം സജീവമാകുന്ന സ്വന്തമായൊരു വെള്ളച്ചാട്ടമുള്ള മനോഹരമായ ഗ്രാമമുണ്ട് തൃത്താലയിൽ. തൃത്താല പഞ്ചായത്തിലെ മേഴത്തൂർ മുടവന്നൂരിലെ ഒലിയത്തുപാറ വെള്ളച്ചാട്ടമാണ് നയനമനോഹര കാഴ്ചയൊരുക്കി സന്ദർശകരുടെ മനം കവരുന്നത്. കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളച്ചാട്ടം കാണാനെത്തുന്നവരുടെ എണ്ണവും നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ചെറുപാറക്കെട്ടുകൾക്കിടയിലൂടെ നിറഞ്ഞു പതിഞ്ഞ് താഴ്വാരത്തേക്ക് ഒഴുകിമറയുന്ന വെള്ളച്ചാട്ടം ഒരേ സമയം കണ്ണിന് കൗതുകവും മനസ്സിന് കുളിർമയും പകരുന്ന നിത്യഹരിത കാഴ്ച കൂടിയാണ്. കാർഷിക ഗ്രാമമായ മുടവന്നൂരിലെ പച്ചപ്പട്ട് വിരിയിച്ച പാടശേഖരങ്ങളിലൂടെ വളഞ്ഞുപുളഞ്ഞൊഴുകുന്ന തോടാണ് ഒലിയത്ത് പാറയിലെത്തി വെള്ളച്ചാട്ടമായി പരിണമിക്കുന്നത്. ശക്തമായ മഴക്കാലത്ത് മാത്രമേ മുഴുവൻ ഭംഗിയിൽ ഒലിയത്തുപാറ വെള്ളച്ചാട്ടം ആസ്വദിക്കാനാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിലെങ്ങും കനത്ത മഴ ലഭിച്ചതോടെ ഒലിയത്തുപാറ വെള്ളച്ചാട്ടവും ജലസമൃദ്ധിയിലായി. കുറ്റിക്കാടുകൾക്കിടയിലൂടെ ഒഴുകിയെത്തി പാറക്കെട്ടുകൾക്കിടയിലൂടെ ചിതറിത്തെറിച്ച് താഴ്വാരത്തേക്ക് ഒഴുകിയകലുന്ന ജലധാരയുടെ സൗന്ദര്യം കാണേണ്ടതു തന്നെയാണ്. സുരക്ഷിതമായി കുളിക്കാനും ചിത്രങ്ങൾ പകർത്തുവാനും സൗകര്യമുണ്ടെന്നതാണ് ഈ ജലപാതത്തിന്റെ മറ്റൊരു പ്രത്യേകത. കാട്ടുചോലയ്ക്ക് സമാനമായി തെളിഞ്ഞൊഴുകുന്ന വെള്ളത്തിനെ നട്ടുച്ച നേരത്തും കോരിത്തെറിപ്പിക്കുന്ന തണുപ്പുമുണ്ട്. താരതമ്യേന അപകടം കുറഞ്ഞതാണ് ഒലിയത്തുംപാറ വെള്ളച്ചാട്ടം. ഉച്ചകൾക്കുള്ളിൽ തന്നെ വെള്ളച്ചാട്ടത്തിന്റെ നീരൊഴുക്കും ദുർബലമാകും. നല്ല സൂപ്പർ വൈബാണ്. നമ്മുടെ മേഴത്തൂര്, കോർനാട്, താലുമാട് കോറിനോട് ചേർന്നിട്ടുള്ളതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കുളിക്കാൻ പറ്റിയ സേഫായ സ്ഥലമാണ്. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം, നല്ല പാറയിൽ വെളിച്ചലുണ്ട്. സൂപ്പർ വൈബാണ്. ലോകങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇത് കാണാനായിട്ട് വീഡിയോ എടുക്കാനും ഒരുപാട് ദിവസമൊക്കെ ഉണ്ടാവും. ഇതെല്ലാം സൂപ്പർ വൈബാണ്. എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപകടം ഇല്ലാതെ എന്നാൽ വെളിച്ചലുണ്ട്, അപകടത്തിൽ ശ്രദ്ധിക്കണം.
പട്ടാമ്പി താലൂക്ക് ഗ്രന്ഥശാല പ്രവർത്തക സംഗമം ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി.കെ. നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു. വട്ടേനാട് GLP സ്കൂളിൽ നടന്ന സംഗമത്തിൽ TLC പ്രസിഡന്റ് K. ജനാർദ്ദനൻ അധ്യക്ഷനായി. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി P.N. മോഹനൻ, താലൂക്ക് സെക്രട്ടറി T. സത്യനാഥൻ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം V.K. ചന്ദ്രൻ, സംസ്ഥാന അംഗം M.K. പ്രദീപ്, O. രാജൻ, P. സുധ, P.K. ബാലചന്ദ്രൻ, രാജൻ മാടായി, K.C. അലി ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിലർമാർ, താലൂക്കിലെ മുഴുവൻ വായനശാലകളിലെയും ഭാരവാഹികൾ, ലൈബ്രറിയന്മാർ, മുൻ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് KSSPU ഓങ്ങല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി O. മോഹൻദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചാണ് KSSPU ഓങ്ങല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. നവാഗതർക്കുള്ള സ്വീകരണവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി O. മോഹൻദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 2013 സർക്കാർ അതല്ലേ തീരുമാനിച്ചത്. ഇവിടെ ആലുവയിലൊന്നും ഇത് നടപ്പിലാക്കേണ്ടതാണ് തീരുമാനിച്ചിരുന്നത്. ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കേണ്ടതെന്ന് തീരുമാനിച്ച സംസ്ഥാനമായിരുന്നു. 2013 ആയപ്പോ ഏപ്രിൽ മുതൽക്ക് അന്നത്തെ സർക്കാർ എന്ത് ചെയ്തു? ഇവിടെയും അത് നടപ്പിലാക്കി. അതേപോലെ അത് വലിയ വലിയ പ്രശ്നമാണ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം. ഇനി പത്രങ്ങളിലൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പെൻഷൻകാർക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നുമില്ല. നിങ്ങൾ പെൻഷൻ പറ്റുമ്പോൾ എന്ത് പെൻഷൻ കിട്ടുന്നു ആ പെൻഷനേ ഉള്ളൂ. പിന്നെ DA വർധനയില്ല, മറ്റേ വർധനകളൊന്നുമില്ല, പരിഷ്കരണമില്ല, മാറ്റലും ഇല്ല. ആ ഒരു അവസ്ഥയിലേക്ക് ആൾക്കാർ പോവുക. അതുകൊണ്ട് വളരെ ശക്തമായി നമ്മൾ എതിർക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? കേന്ദ്രത്തിൽ ഈ കഴിഞ്ഞ മാർച്ച് 25-ാം തീയതി നമ്മുടെ ധനകാര്യ ബില്ലിന്റെ ഭേദഗതിയായി കൊണ്ടുവന്ന ഈ കേരള സിവിൽ സർവീസ് പെൻഷൻ പരിഷ്കരണ ചട്ടങ്ങൾ അത് മാറ്റേണ്ടതാണ്. നമ്മൾ അതിന്റെ പ്രക്ഷോഭം കഴിയുക. അതാണ് ഒരു കാര്യം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ പെൻഷൻ പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങള് സമയബന്ധിതമായിട്ട് നമുക്ക് ഈ ജൂലൈ കഴിഞ്ഞ 2024 ജൂലൈ 1 മുതൽ അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം എന്ന് യൂണിറ്റ് പ്രസിഡന്റ് KV ഹരിദാസൻ അധ്യക്ഷനായി. KM ഗംഗാധരൻ, AP മുരളി, M രാമചന്ദ്രൻ, MS വിജയൻ, M കമലം, KM നന്ദകുമാർ, അജിത തുടങ്ങിയവർ സംസാരിച്ചു. 2024 ജൂലൈ 1 മുതൽ പെൻഷൻ പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും കുടിശ്ശികയായ ക്ഷാമാശ്വാസ ഗഡുകൾ അനുവദിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളും കൺവെൻഷൻ ഉന്നയിച്ചു. വിളയൂർ പഞ്ചായത്തിൽ പുതിയ പോളിംഗ് സ്റ്റേഷനുകളുടെ നിർണയത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട UDF രംഗത്ത്. നേതാക്കളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതിയും നൽകി. വാർഡ് വിഭജനത്തെ തുടർന്നുള്ള പുതിയ പോളിംഗ് സ്റ്റേഷനുകളുടെ നിർണയത്തിൽ ഭൂമിശാസ്ത്രപരമായ അതിരുകളും ജനങ്ങളുടെ സൗകര്യവും പരിഗണിച്ചുകൊണ്ട് ചെയ്യണമെന്ന് UDF വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതിയും നൽകി. പൂർണ്ണമായും രാഷ്ട്രീയ താൽപര്യ പ്രകാരമാണ് വാർഡ് വിഭജനം നടത്തിയത്. ഭൂമിശാസ്ത്രപരമായ അതിരുകളോ ജനങ്ങളുടെ സൗകര്യമോ ഒട്ടും പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, ഇതിനെതിരായ ജനങ്ങളുടെ പരാതിയെപ്പോലും അധികൃതർ മുഖവിലക്കെടുത്തില്ല. പോളിംഗ് സ്റ്റേഷനുകളുടെ കാര്യത്തിലെങ്കിലും ജനങ്ങളുടെ സൗകര്യം മാനിച്ച് തീരുമാനമെടുക്കണമെന്നതാണ് UDFന്റെ ആവശ്യം. വിളയൂർ പഞ്ചായത്ത് 2ാം വാർഡായ പാലോളിക്കുളമ്പ് പ്രദേശത്തുള്ളവർ കുപ്പൂത്ത് വന്ന് വോട്ട് ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. 6ാം വാർഡിലെ നിമ്മിനിക്കുളം പ്രദേശത്തുള്ളവർക്ക് പഞ്ചായത്ത് ഓഫീസ് ഭാഗത്ത് വന്ന് വേണം വോട്ട് ചെയ്യാൻ. ഭൂമിശാസ്ത്രപരമായി തന്നെ 2 വ്യത്യസ്ത ഭാഗങ്ങളിൽപ്പെട്ട പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സൗകര്യം മാനിക്കാൻ അധികൃതർ മനസ്സ് കാണിക്കണം. UDF നേതാക്കളായ V. അഹമ്മദ് കുഞ്ഞി, ഹുസൈൻ കണ്ടേങ്കാവ്, നീലടി സുധാകരൻ, K. ഇബ്രാഹിംകുട്ടി, A. സജീവ് കുമാർ, P.K. ഗോപിനാഥൻ, പാലോളി അബ്ദുറഹ്മാൻ, VM മുസ്തഫ, ഇസ്മായിൽ വിളയൂർ, KV ഉമ്മർ, MC മജീദ്, ചെറ്റാലിൽ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.